ഞാൻ ഈ ഒരു സൂപ്പർ സ്മെൽട്ടറിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് വെച്ച് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മ ഉരുക്കുന്നത് കുറച്ചധികം സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാത്ത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കണംന്ന്. ഈ ഒരു പാത്ത് കംപ്ലീറ്റ് ആക്കിയാലേ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ കാണാൻ ഭംഗിയുണ്ടാവും. ഇപ്പൊ തന്നെ കണ്ടോ ഇവിടെ കുറേയധികം ബിൽഡൊക്കെ വന്നിട്ടാകുമ്പോൾ കാണാൻ അത്യാവശ്യം സെറ്റാണ്. പിന്നെ ഇത് ഇവിടെയൊക്കെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. അതായത് ഇവിടെ കാണുമ്പോൾ കുറേ എന്തൊക്കെയോ ഉള്ള പോലത്തെ ഒരു ഫീല് വരണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വില്ലേജർ ട്രേഡിംഗ് ഹാളാണ്. കാര്യം നമ്മൾ കുറേ ദിവസമായി ഇന്ന് വില്ലേജർ ബ്രീഡറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുവരെ ഒരു OP ആർമർ പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് വില്ലേജർ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് OP ആർമറൊക്കെ ട്രേഡ് ചെയ്തെടുക്കണം. അതാണ്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിലേ ചാനലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യ്. റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് 500 സബ്സ്ക്രൈബർ ആണ്. സോ സബ്സ്ക്രൈബ് ചെയ്യ്. നമ്മുടെ വില്ലേജർ ട്രേഡിംഗ് ഹാൾ ഇത് ഈ ഒരു ഏരിയയിലായിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം സെറ്റായിരിക്കും. അതായത് കുറേ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല. നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക്, അത് ഈ ഒരു ഏരിയയിലായിട്ട് ഇവിടെ ആയിരിക്കും ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ നിന്നായിരിക്കും നമ്മളെ എൻട്രൻസും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അതായത് ആ ഒരു ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് മുമ്പിലോട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കുറച്ചധികം മരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ മീനുക്കുട്ടി ഇത് ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മീനുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 30 ലൈക്ക് അങ്ങ് ചെയ്യാ കണ്ടോ, നിങ്ങളോട് പറയുന്നുണ്ട് മീനുക്കുട്ടി. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പൂച്ചക്കാരക്ക് ഇതുവരെ ഞാൻ പേരിട്ടിട്ടില്ലാന്ന്. അപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണം നമുക്ക് വല്ല പോളോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഈ ഒരു പേരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത മൊത്തം പേരും ഞാൻ അവിടെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യണ പേരായിരിക്കും ഞാൻ ഈ ഒരു പൂച്ചക്കുട്ടിക്ക് ഇടുന്നത്. അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പൂച്ചക്കുട്ടിക്ക് പേരില്ലാണ്ടാവുന്ന്. ഞാനാണെങ്കിൽ കുറേ കാലമായി ഇവിടെ ക്യാരറ്റും തിന്ന് നടക്കണം. അപ്പോൾ എന്തായാലും നമ്മളെ അടുത്ത് കുറേ അധികം പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ സൂപ്പർ സ്മെൽട്ടറിൽ ഇട്ടിട്ട് ഉരുക്കിയെടുക്കാം. എന്നാൽ നമുക്കിത് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഫുഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഞാനിത് ഇവിടെ ഇത്രയും ഏരിയ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ മൊത്തത്തിൽ എടുത്ത് കളഞ്ഞു. അതുപോലെ തന്നെ കുറേ അധികം മരമൊക്കെ എടുത്ത് സ്ലാബ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു സൂപ്പർ സ്മെൽട്ടറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കുറച്ചധികം ബേക്ക്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത് മൊത്തത്തിൽ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ഫൈനലി ഇവിടെ മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളെ ശവലൊക്കെ മൊത്തത്തിൽ പോയി. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞെങ്കിൽ ഇതൊരു തട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്കും കൂടി റിമൂവ് ചെയ്യുന്നത് ഇവിടുന്ന്. കണ്ടോ, ഇത് ഇത്രയും പേര് ഞാൻ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വില്ലേജർ ട്രേഡിംഗ് ഹാള് വരുന്നത്. എനിക്കാണെങ്കിൽ ചെറിയൊരു ഹെൽപ്പ് വേണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കി അതെന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി വില്ലേജസിനെ ഇടും. എന്നിട്ട് അവിടെ ഏതൊക്കെ ബുക്ക് ട്രേഡ് ചെയ്യണം, ഏതൊക്കെ ബുക്ക് വാങ്ങണം, ഏതൊക്കെ ആർമറിന് എന്തൊക്കെ ബുക്ക് വേണമെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഇനി നമുക്ക് ChatGPT അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും. എന്നാലും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഏതൊക്കെയാണ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നൊക്കെ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അതായത് ഏതൊക്കെ ബുക്കാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ കുറേ നേരം സൂപ്പർ സ്മെൽട്ടർ ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഇത്രത്തോളം ഐറ്റംസ് ഇവിടുന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ. അപ്പം എന്തായാലും നമുക്ക് ഏകദേശം പകുതിയോളം പാത്ത് ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ആദ്യം തന്നെ ട്രേഡിംഗ് ഹാളിനുള്ള ഒരു സ്ട്രക്ചർ ഇട്ട് വെക്കാം. ആദ്യം 4 തൂണിങ്ങനെ ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് വില്ലേജറിനെ വെക്കുന്ന സംഭവമൊക്കെ ചെയ്തിട്ടായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതായത് ആദ്യം നമ്മൾ ഡേർട്ട് കൊണ്ട് ജസ്റ്റ് നോക്കുന്നതാണ് എവിടെയൊക്കെ വില്ലേജ് വരണം, എങ്ങനെയൊക്കെ വരണം എന്ന്. ഞാനാണെങ്കിൽ ഈ ഒരു വില്ലേജ് ട്രേഡിംഗ് ഹാളിൻ്റെ ചെറിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വില്ലേജർ ട്രേഡിംഗ് ഹാളിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 80 വില്ലേജേഴ്സാണ്. 1 2 അല്ല, 80 വില്ലേജേഴ്സാണ് നമ്മൾ ഈ ഒരു ഒറ്റ വില്ലേജർ ട്രേഡിംഗ് ഹാളിൽ കൊള്ളിക്കാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വില്ലേജർ ട്രേഡിംഗ് ഹാളിന് 2 സെക്ഷൻ ഉണ്ട്. ഒന്നാമത്തെ സെക്ഷൻ ഇതും, രണ്ടാമത്തെ സെക്ഷൻ ഇതും. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ തന്നെ, അതായത് ഈ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് ഏകദേശം 40 വില്ലേജറിന് ഇടാൻ വേണ്ടി പറ്റും. അതേപോലെയാണ് ഇവിടെയും 40 വില്ലേജറിന് നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു മൊത്തത്തിലുള്ള ഒരു ട്രേഡിംഗ് ഹാളാക്കി മാറ്റണം. അപ്പോൾ ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു മാപ്പ് മാത്രമേ മാപ്പല്ല, പ്ലാൻ മാത്രമേ വരച്ചിട്ടിട്ടുള്ളൂ. ഇനി നമുക്കിത് ഏകദേശം ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാം. ഞാനാണെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ എൻട്രൻസ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സ്പേസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. സെയിം പോലെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത്.
അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ഇനി ഈ ഒരു സൈഡും മതില് കെട്ടാനുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ആ ഒരു സൈഡും മതില് കെട്ടാനുണ്ട്. പിന്നെ ഈ ഒരു സെൻറ്ററിലും നമുക്ക് സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമ്മളെ അടുത്താണെങ്കിൽ ഇത്രത്തോളം സ്റ്റോൺ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആവുമെന്ന് നോക്കാം. ചിലപ്പോൾ ഇനിയും കുറേയധികം സ്റ്റോൺ നമ്മൾ ഒപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ കണകുണ പറഞ്ഞ് റെക്കോർഡ് ചെയ്യണ സമയത്ത് ഈ റെക്കോർഡിംഗ് ബട്ടൺ ഞെങ്ങണില്ലാന്ന്. അതുകൊണ്ട് കുറേ ക്ലിപ്പൊക്കെ ഇങ്ങക്ക് മിസ്സാവാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ 2-3 അയൺ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള സ്റ്റോണൊക്കെ കഴിഞ്ഞു. അതിന് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു 4 ബ്ലോക്കിൻ്റെ കുറവുണ്ട്. ഈ ഒരു 4 ബ്ലോക്ക് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇവിടുത്തെ ചുമരും കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ ഇവിടുത്തെ ചുമരാണെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റ് ആയി. പിന്നെ ഈ ഒരു സെൻട്രലത്തെ ചുമരാണ് ഇനി നല്ലോണം പണി ബാക്കിയുള്ളത്. എന്തായാലും നമുക്ക് കുറച്ച് നേരം പോയിട്ട് നമ്മൾ ആ ഒരു സ്റ്റോൺ ജനറേറ്ററിൽ എഫ്ക്ക് നിൽക്കാം. അങ്ങനെ നമ്മൾ ചുമരിൻ്റെ പരിപാടി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. ഈ ഒരു സെക്ഷൻ മൊത്തം കംപ്ലീറ്റ് ആക്കി. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനും കംപ്ലീറ്റ് ആക്കി. പക്ഷേ ഇല്ലേ, നമ്മൾ ഈ ഒരു ജനലിൻ്റെ നടുവിൽ കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 3 ബ്ലോക്ക് കൂടുതലാണ്. അതുപോലെ ഇവിടെ ആണെങ്കിൽ 1 ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യണം. കുറച്ച് ഈ ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്കതൊന്ന് ഫിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ഫിക്സ് ചെയ്യട്ടെ. ഞാനാണെങ്കിൽ കുറേ നേരം നിന്നിട്ട് ഈ പ്രൂസും കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്ത് എടുത്തു. നമ്മളാണെങ്കിൽ കുറേയധികം ആക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അയൺ ഫാർം ഉണ്ടല്ലോ, എന്തും ചെയ്യാലോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ അകംഭാഗത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രൂസിൻ്റെ ലോഗോ എടുത്തിട്ട് പ്ലാങ്ക്സ് ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അകംഭാഗം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം. പക്ഷെ അതിനേക്കാൾ മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു റൂഫ് ഉണ്ടാക്കണം. എന്നാലേ ബാക്കി പരിപാടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിത് കുറച്ചധികം പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ടൈപ്പ് റൂഫ് ഇതിനും കൂടി ഉണ്ടാക്കി വെക്കാം. ഞാൻ എന്തായാലും കുറേയധികം സ്ലാബും അതുപോലെ തന്നെ പ്ലാങ്ക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ടോപ്പിൽ പോയിട്ട് നമ്മളെ ആ ഒരു സ്റ്റോറേജ് റൂമിൻ്റെ പോലത്തെ ഒരു റൂഫ്, അതല്ല അതിൻ്റെ വേറൊരു ടൈപ്പാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് ഇത്. ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഒരേ ലെവലിൽ സ്പേസ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ നടുവിൽ ഇത്രയും ബ്ലോക്ക് നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ടൊക്കെ ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റൂഫ് പണിയാം. അങ്ങനെ ഞാനാണെങ്കിൽ ഏകദേശം ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മൾ റൂഫും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഡിസൈൻ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു റൂഫ് ആ ഒരു അറ്റത്തോളം കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഈ ഒരു റൂഫിങ് മൊത്തം കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അകംഭാഗത്ത് കുറച്ച് റൂഫിങ്ങും കൂടി ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇതുപോലത്തെ വൃത്തികെട്ട സാധനങ്ങൾ ഇവിടെ സ്പോൺ ആവത്തില്ല. കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ഒന്ന് വെക്കാനുണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ അകംഭാഗത്തും കൂടി ഒന്ന് ഈ ഒരു പ്ലാങ്ക്സ് വെച്ചിട്ട് റൂഫിങ് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ റൂഫിങ്ങിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടോ. റൂഫിങ് മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുത്തു. അപ്പം നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ടും സ്റ്റോൺ വെക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടും സ്റ്റോൺ വെക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേ സെയിം സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്യാനുണ്ട്. പിന്നെ വില്ലേജർ നിൽക്കുന്ന ഈ ഒരു സ്ഥലവും സെറ്റപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയും പണി പെൻഡിങ് ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ കുറേ നേരത്തിന് ശേഷം, കുറേന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ കുറേ നേരത്തിന് ശേഷം നമ്മളങ്ങനെ നമ്മളെ ട്രേഡിങ് ആൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണ്. അയ്യോ, പ്രൗഡ് മൊമെൻറ്റ്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. വില്ലേജസിന് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ രാത്രിയായി ഇന്ന്. അതുകൊണ്ട് ഞാൻ വില്ലേജസിന് ഇപ്പോൾ ഇടണില്ല. എന്തായാലും നമ്മളെ വില്ലേജർ ട്രേഡിംഗ് ആൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോവാണ്. നോക്കിക്കോ, ഇതാണ് നമ്മളെ വില്ലേജർ ട്രേഡിംഗ് ഹാൾ. അപ്പോൾ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ സംഭവം ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത് ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ. എന്തായാലും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കാം. ഇനിയും ഗ്രാസൊക്കെ വെച്ച് ഗ്രാസ് അല്ല സോറി, ഈ ഒരു ലീഫൊക്കെ വെച്ച് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം. എൻ്റെ ഐഡിയയിൽ തോന്നിയത് ഞാൻ എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ആരാത് നിൽക്കണേ, മറ്റേ ഇതല്ലേ ഇത്, ക്രീപ്പറല്ലേ. ദൈവമേ, അതിൻ്റെ അടുത്ത് പോയി ഇനി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് ഒന്നൊന്നേ ബിൽഡ് ചെയ്യാനൊന്നും സമയമില്ലാന്ന്. അപ്പോൾ എന്തായാലും ഇതിവിടെ വില്ലേജസിനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഇവിടേക്ക് ഇങ്ങനെ വില്ലേജസിനൊക്കെ നിൽക്കാൻ വേണ്ടി പറ്റും. അതെന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതിൽ മൊത്തത്തിൽ വില്ലേജസിനൊക്കെ വെക്കുന്നതായിരിക്കും. എന്തായാലും നമ്മളെ ട്രേഡിംഗ് ഹാളിൻ്റെ മൊത്തത്തിലുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വില്ലേജർ ഇടുക, ട്രേഡ് സെറ്റ് ചെയ്യുക, ട്രേഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. എന്തായാലും ഏതൊക്കെ ട്രേഡ് സെറ്റ് ചെയ്യണം, ഏതൊക്കെ സാധനത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങിയിട്ട് നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.